നടക്കൂല. സാറ് പണ്ടേ വേല പണ്ടേ ഉള്ളതാണ്. എന്റെ കാണിക്കല്ലേ പറഞ്ഞു ഇത് രണ്ടും കഴിഞ്ഞ് പേടിയല്ല. ഞാൻ ഉള്ള കാര്യം പറയണ്ട. പോ ഇതിൽ നിൽക്കുന്ന ആളാരാണ്? ആളാരണ്ട 9,500 ഗൂഗിൾ പേയില് ഇവന്റെ ബാങ്കിൽ എനിക്ക് ഒരു കാര്യമില്ല. എന്റെ വണ്ടി വെച്ച് ഇവനാണ് വണ്ടി വെച്ചത് 21,500 കാര്യം പറ. പറഞ്ഞു കഴിഞ്ഞു. പൈസ നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ പോവാ. 21,500 രൂപയാണ് എന്നെ വാങ്ങിച്ചേക്കുന്നത്. ആര് വാങ്ങിച്ചത്? വണ്ടി പണയം വെച്ചോ 40 രൂപയ്ക്ക് പണയം വെച്ചാൽ അത് നിങ്ങളെ ഞാനോട് ഇടപാടില്ല. 40 ഞാനോട് ഇടപാടില്ല. കാര്യം എന്നെ വിളിക്കണം. ഞാൻ ഇവനെ എന്നെ വാങ്ങിച്ച 21,500 വണ്ടി രേഖകളൊന്നുമില്ല. എന്റെ 21,500 വണ്ടി എടുക്കാൻ എന്റെ പറഞ്ഞ 8,000 നീ പോടാ. ഇവിടെ തന്നിട്ട് പോകും. നിങ്ങൾ പൈസ പെട്ടെന്ന് അത് കൊടുത്താൽ മതിയോ? ഓ അവൻ പറയണേ. അതെല്ലാം പറയണത് ആർക്കാണ്? നിനക്ക് ഇവിടെ ഗൂഗിൾ പേ അക്കൗണ്ട് ഉണ്ടോ? എങ്ങനെ നിനക്ക് തരും? നമ്പർ പറഞ്ഞു സെറ്റ് ചെയ്യാൻ വേണ്ടി 8,500 കഥ പറഞ്ഞു. കൂടായി പോണ്ടല്ലോ. ഓരോ കാശ് ഇതുപോലെ വിളിക്കും. ഇവരൊക്കെ സൈഡിൽ കൊണ്ട് പറയട്ടാ 21,500 നിനക്ക് തന്നെ ഇവരെന്ത് എഗ്രിമെന്റ് ഇനി നീ ഇതുപോലെ ചോദിച്ചില്ല. അല്ല ഇനി നീ ചോദിക്കില്ല. ഇപ്പൊ തന്നാ പിന്നെ നീ ചോദിക്കില്ല. അത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ അറിയാലോ. സാറേ എന്റെ അളിയനാണ് ഈ വണ്ടി എടുത്തത്. ഇവനിക്കൊരു ബന്ധമില്ല സാറേ. ഇതാണ് RC ഓണർ വണ്ടി എടുത്തത്. ശരി ആയിക്കോട്ടെ. ഇയാളെ ഇവരും ബന്ധമില്ല. എന്റെ അളിയനാണ് ഈ വണ്ടി എടുത്തത്. അതുകൊണ്ട് ഞാൻ നിൽക്കുന്നത് ഇവിടെ. ഇത് RC ഓണറാണ്. ശരിക്കും RC ഓണർ. അവനിക്ക് എന്താണ് ബന്ധം ചോദിച്ചാറേ? എന്റെ ചോദിച്ചാൽ അവന്റെ ജോലി സാറേ. ഈ വണ്ടി എടുത്ത ബന്ധം അതാണ് അവന്റെ ജോലി സാറേ. അവനിക്ക് എന്താണ് ഈ ബന്ധം ചോദിച്ചാറേ? എന്റെ ചോദിച്ചാൽ അതേ ചോദ്യം സാറിന്റെ ചോദിച്ചാൽ ഈ വണ്ടിയുടെ 21,500 പറയല്ലേ. നീ പറയണ്ട. ഗൂഗിൾ പേ നമ്പർ ഗൂഗിൾ പേ നമ്പർ പിന്നെ ഇവര് ന്യായം പറയണ പിന്നെ അതല്ല പിന്നെ പറയണേ. അതാണ് 21,500 വണ്ടി എടുക്കാം. 36,000 കൊണ്ടായ വണ്ടി കൊണ്ട് ഈ 40,000 ഡി എവിടെ പണം വെച്ചിട്ടുണ്ട്. അതിനെ വിളിച്ചെടുത്തു. അവൻ്റെ അനിയനാണോ നിർത്തുമ്പോൾ പോയത്.
പിന്നെ വന്ന് പറഞ്ഞില്ല പറയാൻ 21,500 കൊടുക്കണമെന്ന് പറയാനില്ലേ? 21,000 അവിടെ കൊടുത്തു വണ്ടി കിട്ടിയില്ല. കാര്യം വണ്ടി എടുത്ത പൈമാർക്ക് 40,000 കിട്ടണ്ടേ? 40,000 മറ്റേ വണ്ടി ഇൻഷുറൻസ് കൊടുത്തു. അപ്പോൾ ഇൻഷുറൻസ് പൈസ കിട്ടണം. ചെല്ലണ അങ്ങോട്ട് വാട ചോട്ട് തെളിവായി. നീ മുഖ്യധാരയിലിട്ട് വാ, ഇവന്റെ ഫോട്ടോ വീഡിയോ ഇട്ട്. നല്ല പൈസയൊന്നുമില്ല. അതിന് തെളിവുകൊണ്ട് എൻ്റെ ATM ന്ന് എടുത്തത് ഈ പൈസ എടുത്ത് കൊടുത്തത്. അല്ല, ഈ പൈസ കൊടുക്കുന്നതോടെ ഈ വണ്ടിയുടെ RC ഓണർ ആരാണ്? നിന്റെ പേരിലാവുമല്ലോ. അപ്പൊ നീയായിട്ടുള്ള ബന്ധം നിന്റെ അളിയ അളിയ എന്ത് വിഷയം നിനക്ക്? ഇല്ല, ഇതിങ്ങനെയാണ് വണ്ടി എടുത്തത്. ഞാൻ ഇവനാണ് വണ്ടി എടുത്ത് തന്നത്. പണയം എടുത്തതാ? 40,000 രൂപയ്ക്ക് നമ്മൾ പണം എടുത്ത വണ്ടിയാണ്, കൂലിക്കോടാൻ കൊടുത്ത വണ്ടിയാണ്. ഈ 21 ഞാൻ സാറേ കുറച്ച് മുമ്പ് വരെ ഒന്നുമില്ല. ആദ്യം 13,500 ആയിരുന്നു. പിന്നെ അയച്ചാ നമ്പർ കൊടുത്താ വന്നാ സാറേ കത്തി വെച്ച് കയ്യിൽ വണ്ടി കൊണ്ടുവന്നു ഇവിടെ പണയം വെച്ചിട്ട് അവിടെ ഓടിക്കുന്ന വണ്ടിയാണ് അവനെ വണ്ടി കണ്ടോണ്ടോ ഈ വണ്ടിക്ക് നേരത്തെ എനിക്ക് എൻ്റെ വീട്ടിലെ പൈസ കൊടുക്കണം. ഞാൻ എല്ലാ കണക്കിനാണ് നടക്കണം. കത്തിയില്ല. ഇത് എനിക്ക് ജീവിച്ചേ പറ്റുള്ളൂ. അതിനാണ് അത് തുറന്ന് കാണിച്ചു തരേണ്ട കാര്യം. ഈ പേപ്പറോടായിട്ട് ചോദിച്ചാൽ മതി. ഞാൻ മര്യാദയ്ക്ക് ഇന്നലെ സ്റ്റേഷനിൽ വന്ന് പറഞ്ഞു കേസുണ്ട്. എൻ്റെ പിറകെ ആൾക്കാർ ഒരു പ്രശ്നമില്ല. ഇങ്ങനെ വണ്ടി പണയം വെച്ച് കൊടുക്കാനുള്ള പൈസ കൊടുത്തു പറയും. നീ എപ്പോഴെങ്കിലും ആ സ്റ്റേഷനിൽ ഞാൻ നൈറ്റ് ഓടുന്നതല്ല. നൈറ്റ് അവിടെ വരും. നിന്റെ പേരെന്താ? അനീഷ്. നിന്റെ പേര് നമ്പർ സാറിന് അറിയാം? അറിയോ? പൈസ 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 ഉണ്ടാക്കണം. സാറിൻ്റെ അക്കൗണ്ട് അയച്ചാൽ ഉള്ള കുണ്ടിയോടെ വെച്ചോണ്ട് വന്നിട്ട് എൻ്റെ പൈസയും വാങ്ങിച്ച് അവൻ്റെ പെണ്ണാട്ടിയുടെ രാത്രി 7:30 മണിക്ക് ഒന്ന് കരഞ്ഞ് മേടിച്ച് CC കാരൻ വീട്ടിൽ കയറി ഇറങ്ങണം പറഞ്ഞു. എന്നിട്ട് എൻ്റെ വണ്ടിയെ കൊണ്ട് ഞാനത് ചെയ്തു. ചെയ്തോ? പോയോ? ഈ രീതിയിൽ എന്നെ രോഗിക്കണം എന്തിനാണ്? നിന്റെ പേര് മറ്റേ നീയും നിന്റെ അളിയനും നീയും സ്റ്റേഷനിൽ എപ്പോൾ വരും? ഞാൻ എപ്പോഴാണ് ഞാൻ കച്ചേരി ഇതിൽ പോകാം. വണ്ടി എടുത്ത് നീ ഈ വണ്ടി അവരോട്ട് ബന്ധമാണ്. ഇവരോട്ട് ബന്ധമുള്ള ഇവരുമായിട്ടുള്ള എന്തൊരു ബന്ധം എനിക്കറിയത്തില്ല. പക്ഷേ